അടുത്ത തേർഡ് പാർട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് ഊരി, നിങ്ങൾക്കത് തേർഡ് പാർട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു കേബിൾ ഊരേണ്ടതുണ്ട്. 2 റെഗുലേറ്ററാണ് വരുന്നത്. ഒന്ന് നമ്മുടെ തണുപ്പ് കൂട്ടാനും കുറക്കാനുള്ള റെഗുലേറ്റർ, രണ്ടാമത്തത് അപ്പുറത്ത് നമ്മളെ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ, കാലിന് ഭാഗത്തേക്കും ഫ്രണ്ട് ഫേസിങ്ങിലേക്കും അങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള 2 റെഗുലേറ്ററിനും കേബിളുകൾ വരുന്നുണ്ട്. കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് കേബിൾ പോലത്തെ സാധനമാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ കേബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഈ സാധനം നമ്മൾ തിരിക്കുന്ന സമയത്ത് റെഗുലേറ്റർ തിരിക്കുമ്പോൾ ഇതാണ് മൂവ് ചെയ്യുന്നത്. ഇത് വഴി കേബിൾ താഴോട്ടേക്ക് പോകും. അപ്പോൾ ആ കേബിൾ പോയി കണക്റ്റ് ആകുന്ന ഭാഗം 2 രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. 2 കേബിളിനും 2 ആക്സസ് ആണുള്ളത്. ഫസ്റ്റിലത്തെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററിൻ്റെ കേബിൾ വരുന്നത്, ആദ്യം ഗ്ലോ ബോക്സ് തുറക്കുക. ഗ്ലോ ബോക്സിൻ്റെ 2 സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് താഴ്ത്തി എടുക്കാൻ പറ്റും. ഗ്ലോ ബോക്സ് പൊട്ടിക്കരുത്. എന്നിട്ട് അതിനുള്ളിലേക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേബിൾ ഇവിടെ വന്ന് നിൽക്കുന്ന കാണാം. ഈ കേബിള് നേരെ സ്പീഡ് നമ്മുടെ AC-യുടെ തണുപ്പ് കൺട്രോൾ ചെയ്യുന്ന കേബിളാണ്. ആദ്യം ഈ ക്യാപ്പ് ഊരിയെടുക്കാം. ആ ക്യാപ്പ് ഊരിയ ശേഷം നിങ്ങൾക്ക് ഈ കേബിൾ മെല്ലെ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ കേബിൾ ഇങ്ങോട്ടേക്ക് ഇത് ഊരിയെടുക്കണമെന്നില്ല. ഇത് നേരെ ഇതിൽ കണക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഏതിൽ? നമ്മുടെ റെഗുലേറ്ററിൽ കണക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഊരി. രണ്ടാമത്തെ കേബിൾ വരുന്നത് ഗ്ലോ ബോക്സ് അടക്കുക. ഗ്ലോ ബോക്സിൻ്റെ താഴെ ഈ ഒരു പാനൽ നമ്മൾ ഊരണം. ഈ പാനലിൻ്റെ ഇവിടെ ഇതുപോലെ എലങ്കിയുടെ ഒരു സ്ക്രൂ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എലങ്കി സെറ്റ് വെച്ച് ഊരിയെടുക്കാം. അതിനകത്തും നിങ്ങളിപ്പോൾ ചെയ്തതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കേബിൾ കണ്ടോ? എൻ്റെ കൈ പോകുന്നിടത്തിൽ ഈ കേബിൾ നിങ്ങൾ ഊരിയെടുക്കണം. ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഊരിയെടുത്താൽ അവിടെ കേബിൾ ഊരി. ഈ 2 കേബിൾ ഊരിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് റിലീസ് ചെയ്തെടുക്കാനാവും. അപ്പോൾ ഇത് പൊട്ടാതെ ഊരിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റെഗുലേറ്റർ നിങ്ങൾ ഈ ക്ലസ്റ്ററിൻ്റെ സെൻട്രൽ കൺസോളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിത് വലിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെയുള്ള സ്ക്രൂ വന്ന് ഇത് പൊട്ടിപ്പോവും. ഈ ഭാഗത്ത് നിന്ന് പൊട്ടിപ്പോവും. മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കുകൾ വളരെ നേരിയതാണ്. ഓൾറെഡി എൻ്റെത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതിനാണ് ഞാൻ വേറൊരു കമ്പി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പും പൊട്ടിപ്പോവും. ക്ലിപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ കേബിൾ ഇവിടെ ടൈറ്റായി നിൽക്കില്ല. നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കേബിൾ ഒന്നടങ്കം മൂവ് ചെയ്യും. കേബിൾ മൂവ് ചെയ്യാൻ പാടില്ല. കേബിളിൻ്റെ കവർ മൂവ് ചെയ്യാൻ പാടില്ല. അകത്തുള്ള കേബിൾ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ കേബിളിൻ്റെ കവറിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലിപ്പൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഫങ്ഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല.